സംസ്ഥാനത്ത് തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് നേരിയ വർധന രേഖപ്പെടുത്തിയത്. ജനുവരിയിൽ സർവകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവിലയിൽ പിന്നീട് ചാഞ്ചാട്ടമാണ് ദൃശ്യമായത്. 5 മാസങ്ങൾ കൊണ്ട് 27,320 രൂപ സ്വർണ്ണത്തിന് കുറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ ചില സാഹചര്യങ്ങളാണ് ഇത്തരത്തിൽ സ്വർണ്ണവില കുറയുന്നതിന് കാരണമായത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായ ഇടിവാണ് ഏതാനും ദിവസങ്ങളായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് നേരിയ വർധനയുണ്ടായത്. ഇന്നും പവന് 200 രൂപ കൂടിയിട്ടുണ്ട്. ഇതോടെ 1,03,840 രൂപയിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. 5 മാസങ്ങൾ കൊണ്ട് 27,320 രൂപയാണ് സ്വർണ്ണത്തിന് കുറഞ്ഞത്. കുതിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണവിലയ്ക്ക് പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ ചില അന്താരാഷ്ട്ര സാഹചര്യങ്ങളാണ് കാരണമായത്. ഡോളറിന്റെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോളർ ശക്തമാകുന്ന സാഹചര്യത്തിൽ മറ്റു കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നവർക്ക് ഇത് കൂടുതൽ ചെലവേറിയതാകും. ഇത് ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ആവശ്യകത കുറയ്ക്കുകയും പിന്നാലെ വില കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ബോണ്ടുകളിൽ നിന്നുള്ള ലാഭം അമേരിക്കൻ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശയോ മറ്റു വരുമാനങ്ങളോ ഇതിൽ നിന്ന് ലഭിക്കില്ല. എന്നാൽ ബോണ്ടുകളിൽ നിക്ഷേപിച്ചാൽ വരുമാനം ഉറപ്പാണ്. അതിൽ തന്നെ സ്വർണത്തിൽ നിന്ന് പണം പിൻവലിച്ച് നിക്ഷേപകർ US ബോണ്ടുകളിലേക്ക് മാറ്റുകയാണ്. അതോടൊപ്പം ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉടനെങ്ങും കുറയ്ക്കില്ലെന്ന സൂചനകളും നിക്ഷേപകരെ സ്വർണത്തിൽ നിന്ന് അകറ്റുന്നുണ്ട്. യുദ്ധ സാഹചര്യങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആളുകൾ പണം സുരക്ഷിതമാക്കാൻ സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാറുണ്ട്. എന്നാൽ നിലവിൽ US ഡോളറും അമേരിക്കൻ ട്രഷറി ബോണ്ടുകളും കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമായി മാറിയതോടെ സ്വർണത്തിലുള്ള താൽപര്യം നിക്ഷേപകർക്ക് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ സ്വർണ്ണവില 1,31,000 രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയിരുന്നു. ഇതോടെ വലിയ നിക്ഷേപകർ തങ്ങളുടെ സ്വർണം വിറ്റ് ലാഭമെടുക്കാൻ തുടങ്ങിയതും സ്വർണ്ണവില പെട്ടെന്ന് തന്നെ താഴേക്ക് വരാൻ കാരണമായി. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.